എന്താ കളിക്കരുത് നിനക്ക് എന്നാത്തിന്റെ കളിയാണ് രാത്രി ഉറങ്ങാൻ സമ്മതിക്കില്ല എല്ലാം കുളമാക്കി. അയ്യേ അവന്റെ ഒരു ഉറക്കം ഒന്ന് പോടാ. തെണ്ടി മുടി വെട്ടിയാലേ കുടിക്കുള്ളൂ. ഒരു കാര്യം ചെയ്യാം, എന്റെ മുടി ഇപ്പൊ തന്നെ കേട്ടാ. എന്താ ഇത് ചന്തേ? ആ, ഇന്ന് മുതൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ഒരു പുതിയ ടീച്ചറാണ്. സ്നേഹ ടീച്ചർ സർക്കാർ സർവീസിൽ ജോലി കിട്ടിപ്പോയി. എന്താണ് നിങ്ങൾ ടീച്ചറോട് ചെയ്തതെന്നൊക്കെ എനിക്കറിയാം. ലാസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ക്ഷമിച്ചാണ്. ആ, എൻ്റെ സ്വഭാവം മാറ്റാൻ നിൽക്കരുത്. സ്വഭാവം മാറ്റിയ സാറ് നന്നായി. എന്തുമാ? നീ വല്ലതും പറഞ്ഞാ? ഞാനൊന്നും പറഞ്ഞു. ഒന്നും പറഞ്ഞില്ല. സെയിം തല തന്റെ മോനാണോ? പിള്ളേരോടൊരു കാര്യം പറയാം. ഓക്കെ ഓക്കെ ആയിക്കോട്ടെ. നിങ്ങൾ 5 പേരും നല്ല നടപ്പിന് നടന്നു. നിങ്ങളെക്കുറിച്ച് പ്രിൻസിപ്പൽ ടീച്ചറോട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. സ്നേഹ ടീച്ചറോട് കാണിച്ച നമ്പറൊന്നും ഈ ടീച്ചർ എടുത്ത് നടക്കില്ല മക്കളെ. എന്നാ അടിയൻ അങ്ങോട്ട് പോട്ടെ. ഉത്തരവ്. ഇങ്ങനൊരു പണിയോടെ നീ പുതിയത് എവിടെ നിന്നായിരുന്നല്ലോ എന്തെങ്കിലാണാവോ? എന്താണ് എന്താ ശരി? എടാ പുതിയൊരു ഐറ്റം വരണ്ടാ. Good morning. Sit down. നമുക്ക് പരിചയപ്പെടാം. ഞാൻ ആനി, നിങ്ങളുടെ പുതിയ ക്ലാസ് ടീച്ചറാണ്. എന്താ പേര്? എന്റെ പേര് വൈശാഖ്. എല്ലാവർക്കും ഇങ്ങനെ ഒരു ഇരട്ട പേരുണ്ടാവുമെന്ന് എനിക്കറിയാം. നിങ്ങൾ ഓരോരുത്തരെയും കുറിച്ച് നല്ലൊരു ക്ലാസ് എടുത്തിട്ടാ പ്രിൻസിപ്പൾ എന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വഴിയെ പരിചയപ്പെടാം. സിറ്റാം. മഞ്ജു അല്ലേ ക്ലാസ് ലീഡർ? ഇനി മുതൽ മഞ്ജുവിന്റെ ഡ്യൂട്ടി കുഞ്ഞൻ നോക്കട്ടെ. അല്ല സോറി, വൈശാഖ്. നിങ്ങളല്ലേ വൈശാഖിന് ഏറ്റവും വേണ്ടപ്പെട്ട 4 പേര്? ഈ സ്കൂളിലെ ഏറ്റവും നല്ല കുട്ടികൾ നിങ്ങളാണെന്ന് എനിക്കറിയാം. ഞാൻ നോക്കിക്കോളാം. മക്കളെ ആചാരവെടി അവൾ പൊട്ടിച്ചു. ഒന്ന് ആലോചിക്കാൻ പോലും സമയം തന്നില്ല. എന്നാലും ഈ പ്രാന്തരം പിടിച്ചതിനാ ടീച്ചർ ലീഡറാക്കിയെന്ന് എനിക്ക് സംശയം. എടാ, ഞാനാണ് ക്ലാസ്സിലെ ഏറ്റവും വലിയ മിടുക്കെന്നുള്ളവരെ ചിലപ്പോൾ ടീച്ചർക്ക് പ്രിൻസിപ്പാൾ കൊടുത്ത ക്ലാസ്സിൽ മനസ്സിലായിട്ടുണ്ടാവും. വലിയ മിടുക്കൻ. ഇതിനും പേരെ നമ്മുടെ സ്നേഹ ടീച്ചർ ആയിരുന്നില്ലേ? ടീച്ചറെ കുറിച്ച് സ്നേഹമെങ്കിലും ഉണ്ടായിരുന്നു. വിഷ്ണുന്റെ കാര്യം എന്തായി? എടാ അത് അവള് ഭയങ്കര ടെൻഷനില്ല. സോ ആലോചിച്ചിട്ട് നാളെ പറയാന്ന് പറഞ്ഞു. നാളെ ഇനി നീ ആലോചിക്കണ്ടട്ടാ. എങ്ങനെ കണ്ടുപിടിക്കാൻ എനിക്കറിയാം. ഇതിപ്പോ എങ്ങാനും തീരുമോ മോനെ? അമ്മയ്ക്ക് പരസ്പരം ഒന്ന് കാണാനാ. ഇനിയും പരസ്പരം കാണണമെന്നോ? പരസ്പരം ഒന്നും കണ്ടതിന്റെ മുതലാ ഈ ഇരിക്കുന്നത്. ക്രിക്കറ്റ് കളിയോടുള്ള നിന്റെ ആവേശമൊക്കെ തീർന്നോടാ. ഇതെന്താ ഗുസ്തിയോ? ഗുസ്തിയല്ല, ബോക്സിംഗ്. ഏത് സിംഗായാലും കൊള്ളാം. ഇതൊക്കെ കണ്ടു പഠിച്ചേച്ച് നീ ആരുടെയെങ്കിലും നെഞ്ചത്ത് നിന്ന് കയറാനാണോ? നിങ്ങളുടെ നെഞ്ചത്ത് കയറാതെ നോക്കിക്കോ മനുഷ്യ. ഈ കളിയോടുള്ള നിന്റെ ആവേശമൊക്കെ പഠനത്തിന് കാണുന്നില്ലല്ലോടാ. 10ാം ക്ലാസ് പരീക്ഷ സമയത്തും താങ്കൾ ഇതൊക്കെ തന്നെയല്ലേ പറഞ്ഞത്? താങ്കളോ? ഇത്രയൊക്കെ ബഹുമാനം പോരെ മനുഷ്യ. മാത്രല്ല പരീക്ഷ ജയിച്ച് ഒരു റേഷനും ഇല്ലാതെയാണല്ലോ. പിന്നെന്താ
നിന്റെ ആ വിജയം ഇന്നും ഒരു ചോദ്യചിഹ്നമായിട്ട് എന്റെ മനസ്സിൽ കിടക്കുവാടാ. നിങ്ങൾ അവരോട് സംസാരിച്ച് വെറുതെ ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ മേടിക്കില്ലേ മനുഷ്യ. എന്തെങ്കിലും എടുത്ത് തിന്നേച്ച് പോയി കിടന്ന് ഉറങ്ങ്. ഇമാതിരിയുള്ള നിന്റെ സംസ്കാരമില്ലാത്ത സംസാരമാണ് അവൻ എന്നോടുള്ള സംസാരത്തിലുള്ള സംസ്കാരം. നിങ്ങളെ കൊണ്ട് തോറ്റു മനുഷ്യ. ഇനി ഞാൻ ഇവിടെ ഇരുന്നാ കുഴപ്പ. അതാ നല്ലത്. പോ. എന്റെ പാലം തകർന്നെന്നാ തോന്നുന്നു. എന്തുവാടേ ഇന്നലെ ബോക്സിംഗ് തരിപ്പ് ഇതൊന്നും അറിയില്ല. അപ്പൊ അർത്ഥ തന്നപ്പടി ഞാൻ അവർക്ക് കൊടുത്ത്. നിന്റെ തന്നപ്പടിക്ക് 2 കൊടുക്കണം ഞങ്ങൾ വിചാരിച്ചതാ. അതിപ്പോ നീ കൊടുത്തു. ഞാൻ അതും പറഞ്ഞ് ഞങ്ങളുടെ മെക്കിട്ട് കയറണോട്ടാ. അയ്യോ മഞ്ജു 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 എടാ ടീച്ചറെ വിളിക്കുമ്പോ മഞ്ജു 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 ടീച്ചറെ മഞ്ജു ഇവിടെ തലകറി വിടും. ടീച്ചർ ഒന്ന് നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് ടീച്ചറോട് പറയാം എനിക്ക് ക്ലാസ് ഉണ്ട്. ടീച്ചർ എന്താ ഈ പറയുന്നത്? എന്താ കുഞ്ഞാ? എന്ത് പറ്റി? ടീച്ചറെ നമ്മുടെ മഞ്ജുവിടെ തലയിറങ്ങി വീണു. എവിടെ? ടീച്ചർ ഒന്ന് വാ. എന്ത് പറ്റിയെന്നാവോ? മാറി. മഞ്ജു പിടിച്ചേ. എടാ ഞാനൊരു കാര്യം പറയട്ടെ. വിഷ്ണു പറഞ്ഞൊരു ടീച്ചർ അത്ര കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നത് അല്ലേ? ഇപ്പഴേ ടീച്ചറെ കുറിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ട. എടാ അതല്ല ആ കൊച്ചു തലകറി വീണപ്പോ ആകെ രക്ഷിക്കാനായി. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിന്ന പഴയ കാലത്തിൽ നിന്ന് പ്രതിഭാശക്തി കൊണ്ട് മാത്രം സാഹിത്യ ലോകത്ത് കടന്നുവന്ന സ്ത്രീകളുടെ പ്രതിനിധിയാണ് ലളിതാംബിക അന്തർജനം. അന്തർജനത്തിന്റെ 25 കൃതികളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ ഒരേ ഒരു നോവലാണ് അഗ്നിസാക്ഷി. 1976 വയലാർ അവാർഡ് അഗ്നിസാക്ഷിക്ക് ലഭിച്ചു. 1976 വയലാർ അവാർഡ് ഏത് കൃതിക്കാണ് ലഭിച്ചത്? വൈശാഖ് അഗ്നിസാക്ഷി. എനിക്ക് ക്ലാസ്സിലിരുന്ന് ശ്രദ്ധിക്കാൻ പറ്റാത്തവര് ക്ലാസ് കഴിയും വരെ പുറത്തുനിന്ന് ശ്രദ്ധിച്ചാൽ മതി. ഗെറ്റ് ഔട്ട്. സോറി. 40 വർഷത്തോളം സാമൂഹ്യവും രാഷ്ട്രീയവുമായ പരിവർത്തനങ്ങളുടെ ഓർമ്മക്കുറിപ്പുകളാണ് അന്തർജനം അഗ്നിസാക്ഷി. എടാ എന്നാലും കുഞ്ഞൻ ശവമേ പോടാ. കൊല്ലം ജില്ലയിലെ കുന്നൂരാണ് ജനിച്ചത്. തിരുവാതിരയിലൂടെ കൊടുങ്കാട്ടിൽ നിന്ന് മൂടുപടത്തിൽ അഗ്നിപുഷ്പങ്ങൾ, സീത മുതൽ സത്യവതി വരെ. ഇതൊക്കെയാണ് ലളിതാംബിക അന്തർജനത്തിന്റെ മറ്റു കൃതികൾ. ടീച്ചർ ഒറ്റ മിനിറ്റ്. അത് ടീച്ചറിന്റെ ഷൂ ഒന്ന് നോക്കുവോ? സോറി. അത് പിന്നെ ക്ലാസ്സിലെ മറ്റു പിള്ളേരെ അറിയാണ്ടിരിക്കാൻ വേണ്ടിയാ അവിടെ വെച്ച് പറയാണ്ടിരുന്നത്. ടീച്ചറെ തല്ലിപ്പള്ളികളെ നേരെയാക്കാൻ നോക്കുവാണോ? അതിനിടയിൽ കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുത്ത പോലെ ടീച്ചർ ആ കുഞ്ഞിനെ പിടിച്ച് ലീഡറുവാക്കി. ഇത്തിരി വികൃതി ഉണ്ടെന്നേ ഉള്ളൂ. പാവം കുട്ടികളാ. പാവം കുട്ടികൾ. ടീച്ചർക്ക് അവന്മാരെ കുറിച്ച് അറിയാഞ്ഞിട്ടാ. നല്ല വിളഞ്ഞ വിത്തുകളാ. കൂടുതലെടുക്കുമ്പോ അറിയാൻ പറ്റും. ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. ടീച്ചർ ഇവിടെ പുതിയതായതുകൊണ്ടാ. അവന്മാരെ കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ ടീച്ചർക്ക് മനസ്സിലായിക്കോളും. കേരളത്തിലിപ്പോ സംസ്കാരം സംസ്കരിക്കപ്പെടുന്നതുകൊണ്ടാവാം കവിതകളുടെ സ്വഭാവം തന്നെ മാറിപ്പോയി. പശ്യസഖേ വടിരൂപൻ ലക്ഷ്മണ നിശേഷ ശബ്ദ ശാസ്ത്രമനേന ശ്രുത. ഇത് സംസ്കൃതത്തിൽ നിന്നും പിൽക്കാലത്ത് റോണി സാറേ സാറേ ഇന്നും ആരോ എൻ്റെ വണ്ടി പ്ലഗ് കഴിച്ചെടുത്തിട്ടുണ്ട്. കുറേ പ്രാവശ്യമായി. ഒന്ന് ചോദിച്ചോട്ടെ? സംസാരിച്ചോ. എൻ്റെ ബൈക്കിന്റെ പ്ലഗ് ഊരിയെടുത്ത് ആരായാലും സത്യം പറഞ്ഞ പ്രിൻസിപ്പലിന്റെ റൂമിൽ പോകാതെ ഇവിടെ വെച്ച് സോൾവ് ചെയ്യാം. വേഗം പറ.
സാർ ഇത് ആദ്യമായിട്ടൊന്നുമല്ല. ഇവന്മാരോട് നേരാൻ വണ്ണം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സാറേ. നമുക്ക് ഇവന്മാരുടെ ബാഗ് പരിശോധിക്കാം. പരിശോധിക്കടോ. അങ്ങോട്ട് വെക്കട കൈ. എന്താണിത്? കൊണ്ടോടാ. നിനക്കെന്താടാ ഒരു ഉള്ളി എന്നൊക്കെ ഉടേന്റെ കൈ കൊണ്ടുപോവാ. കൊണ്ടുപോടാ. ചോക്ലേറ്റ് അവസരം അടിക്കല്ലേ. നോക്ക് നോക്ക്, അതിന്റെ അടിയിലും കൂടി നോക്ക്. അപ്പുറത്താൻ ചോട്ടാ. ഒരു അപ്പുറത്ത് തപ്പിക്കോ. ആ ഇപ്പൊ കിട്ടും. ചേട്ടാ പേനല്ല ഗ്യാപ്പുള്ളൂ. കിട്ടിയാ ഇങ്ങനെയൊക്കെ നോക്കട്ടാ. ഇതില് ഇങ്ങോട്ട് കൊണ്ടുപോടാ. ഇവിടെ കൈ അങ്ങോട്ട് മാറ്റി വെക്കടാ. ശരിക്കും നോക്കണോ. സാറേ ഇത് കണ്ട. നിന്നോട് മലയാളത്തിലല്ല ഞാൻ ചോദിച്ചേ. ഏതേക്കടാ ബാക്കി പ്രിൻസിപ്പലിന്റെ റൂമിൽ പോയി സംസാരിക്കാം. വാ. സാറേ ഞാനവന്റെ ബാഗിൽ പ്ലഗ് വെച്ചത്. അവനല്ല. അതെങ്ങനെ ശരിയാവണേ? സാറ് മിലിറ്ററി ഒന്നുമല്ല, പ്ലഗ് വെച്ചത് ഞാനാണ്. അയ്യോ തള്ളല്ലേ സാർ, അവന്റെ ബാഗിൽ ഞാനാ വെച്ചത്. ഇതെന്നതാടാ ലഘൂര്യന്മാരോട് സംസ്ഥാന സമ്മേളനം? സാറേ ഇവന്മാരൊക്കെ ചുമ്മാ കള്ളം പറഞ്ഞതാ. വൈശാന്റെ ബാഗിൽ പ്ലഗ് വെച്ചത് ഞാനാ. ഒരു കാര്യം ചെയ്യ്, 5 പേരും കൂടെ ചെല്ല്. വാടാ. നടക്കടാ അങ്ങോട്ട് ലഘൂര്യന്മാരെ. കണ്ട, നമ്മള് സംസ്കാരത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ സംസ്കാരം ഇല്ലായ്മയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ടീച്ചർ ഓൺലൈൻ പറഞ്ഞ ഞാൻ എത്ര നേരം തിരക്കിലായിരുന്നു. പിന്നെ തിരക്കും. നമ്മുടെ ചാറ്റ് ഹസ്ബൻഡ് അറിയാവുന്നത് പേടിയുണ്ടല്ലേ? പേടിയോ? എനിക്കോ? എനിക്കാരും പേടിയില്ല. പിന്നെ അല്ല സാർ ആരെങ്കിലും പേടിക്കുന്നുണ്ടോ? എന്റെ ഭാര്യ, അവളെ കാണുന്നതിന് പേടിയാ. പിന്നെ ടീച്ചർക്ക് ആരും പേടിയില്ല. എന്തിനു പേടിക്കണം? എനിക്കിപ്പോ ആകെ പേടിയുള്ളത് തവളേനെയാ. തവളെ? നല്ല ഉപമ. എന്താ ഒരു ബഹളം? വേഗം വന്ന് ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ നോക്ക്. എന്താണ് നിന്റെ മുഖത്തൊരു കള്ളലക്ഷണം? ഒന്നുമില്ല. സ്കൂൾ വിട്ട് വന്നപ്പോ തുടങ്ങി ശ്രദ്ധിക്കുന്നതാണ്. എന്തോ കുസൃതി ഒപ്പിച്ചിട്ടുണ്ട്. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ, മിണ്ടാപ്പൂച്ചയെ പോലെ. സ്കൂളിൽ പോയി തിരക്കിയാൽ അറിയാം അവന്റെ തനി കോണ. അവൻ എന്തോ കുരുത്തക്കേട് ഒപ്പിക്കാനുള്ള പണിയാണെന്നാ തോന്നുന്നത്. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. നിങ്ങക്ക് വേറെ പണിയൊന്നുമില്ലേ മനുഷ്യ? അവിടെ എങ്ങനെ കിടന്ന് ഉറങ്ങാൻ നോക്കാം. നീയാണ് അവനെ വഷളാക്കുന്നത്. എന്നെ അനുഗ്രഹിക്കണം. നീ ഇപ്പൊ മോഷണം തുടങ്ങിയല്ലേ? ഇതൊക്കെ കാണുമ്പോഴാണ് വേദന കൂടുന്നത്. പെടലി എന്താ കുഞ്ഞായത്? നാട്ടുകാർ സമ്മാനോ അതോ വീട്ടുകാർ സമ്മാനോ? താലിക്കുള്ള പടം ഞാൻ തരാം. ഒന്നുമില്ല, ഞാൻ എങ്ങാനും കേട്ട പിന്നെ പടം ഞാൻ ചോദിക്കേണ്ടി വരും. നീ കോൺജറിങ് കണ്ടോ? ഇല്ല. കാണണ്ടേ? ഇംഗ്ലീഷോടെ അടിപൊളി പടം. എനിക്ക് ഇംഗ്ലീഷ് പടം ഇഷ്ടമല്ലേ? ഞാനൊന്നും കാണാറില്ല. പപ്സും പരിപ്പോടും. എന്താ എടാ സമയത്രടാ? ഉച്ചര
ഉച്ചരേ എന്ത് ഷോക്കാടാ? എന്തത് ഉച്ചര? പട്ടി വന്നടാ. കഴുത്തിലൊരു ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. അല്ലേ എന്ത് പറ്റി പറ്റി എന്ത് പറ്റി കുഞ്ഞാ? പ്ലാൻ എന്താടാ? വറുത്ത തന്ന കാരണം പ്ലാൻ എല്ലാം പാളിടാ പൊട്ടി പാളി സാർ. എന്ത് പറ്റി? പ്ലാൻ പൊളിഞ്ഞാ? എനിക്കറിയായിരുന്നു നിന്നെ കൊണ്ടൊന്നും ഒരു ഗുണം ഉണ്ടാവൂലെന്ന്. ഓ അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും കുഞ്ഞും തന്നെ അല്ലേ? അങ്ങനെയല്ല. അയ്യോ എടാ നിനക്ക് ശരിക്കും അതോ ഓവറാക്ടിങ് ആണോ? എന്തായി അച്ഛനൊന്ന് പേടിപ്പിക്കണം. പറ്റുമെങ്കിൽ പരീക്ഷ ഒന്ന് നോക്കട്ടെ. എസ്കേപ്പ് ആണോ? ഒരു അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ട്. സിനിമ ഒരു കിടിലം പണിയാ. എന്താ പ്ലാൻ ആയ പൊളിഞ്ഞില്ലേ? ഇനി പ്ലാൻ ബി. കാര്യം എന്താന്ന് പറ. കാര്യൊന്നും പറയില്ല, കണ്ടാ മതി. പ്ലാൻ എയും ബി ഒക്കെ ക്ലീശ ഉണ്ടാ പറയാനെനിക്ക് പറടാ. എന്തായാലും മെടുക്കനാണ്, എന്റെ കൂടെ ശിഷ്യനാണല്ലോ. ഒറ്റ ചവിട്ട് ചവിട്ടു ഒരാശ. ഇത് നീ തന്നെ വെച്ചോ. ഉപകാരപ്പെടും. അച്ഛനോട് കൊടുക്കട്ടാ. അച്ഛനോടൊക്കെ കുറച്ച് പൊക്കം വൈകിട്ടാ. അച്ഛനെ ഞാൻ കൊടുക്കും. അപ്പൊ ഇത് വെക്കേണ്ടി വരും, സൂക്ഷിച്ചു വെക്കാം. വരുന്നുണ്ട്. ഇതെല്ലാം നടക്കും. കൊറേ നേരമായല്ലോ അവർ കാണാനില്ല. നീ ഒന്ന് പോയി നോക്കിയേ അവരോടെ വരുന്നുണ്ട്. പപ്സ് എടുത്ത് അയാൾ ഉണ്ട്. എന്താ കാണിക്കുന്നത്? കുറച്ച് ആളെ കൊല്ലല്ലേട്ടാ. കൊളാക്കൂ അറിയാൻ പാടില്ല. ഇത് ചായ കാപ്പിയാ? അല്ലടാ ചാപ്പി. ചാപ്പിയാ? നമുക്ക് ഈ ചായയും കാപ്പിയും കൊണ്ടു നടക്കുന്ന ആളല്ല. നമുക്ക് വേറെ ലെവലാണ്. മതി മതി, നിന്റെ പീസ് വരാനുള്ള പരിപാടിയാണല്ലേ. ഇതൊക്കെ കുട്ടികളുണ്ടോ? ആ അകത്തും പുറത്തൊക്കെ ആയിട്ട് 5-6 അതിന് മുമ്പ് നിനക്ക് കല്യാണം കഴിച്ചോ? ഫ്രഷാ ആണോ? അല്ലേ എന്തായി? പ്ലാൻ ബി പൊട്ടില്ലായിരിക്കും അല്ലേ? ഇടുക്കട സാധനം പ്ലാൻ ബി പണ്ടം വരെ പുറത്തു ചാടും. പ്ലാൻ ബി പ്ലാൻ ബാലസുധ. നമുക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട്. എല്ലാരും അവരവർക്ക് അറിയാവുന്ന ഉത്തരം എഴുതിയാൽ മതി. ആരെങ്കിലും കോപ്പി അടിക്കുന്ന ക്ലാസിന്റെ പുറത്തു കൊണ്ടിരും. ഞാൻ സ്റ്റാഫ് റൂം പോയിട്ട് വരാം. പിന്നെ രണ്ടുപേർക്ക് ഒരേ കളിയാടാ ആണെന്ന് തോന്നണ. ഒരു കടിക്ക് 2 പക്ഷി. രണ്ടല്ലടാ, 3 പക്ഷി.